ഭരണഘടന ഞങ്ങൾക്ക് പഠിപ്പിക്കണ്ട കേട്ടാ. എനിക്കറിയാം എന്താണെന്ന്. നിന്നാണ് കൂടുതൽ പഠിപ്പിച്ചാടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? വെറുതെ വീട്ടിൽ പോയി അവനോട് ഭർത്താവിനുണ്ടെങ്കിൽ അവരോട് പറയാം, മക്കളോട് പറയാം. ഇവിടെ വന്ന് എന്നോട് മുന്നിൽ വലിയ കുഴപ്പമില്ല. കണ്ണൂർ ടൗൺ SHO ആയിരുന്ന ശ്രീജിത്ത് കൊടേരി പരാതിക്കാരിയോട് മോശമായി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ടൗൺ സ്റ്റേഷനിലെ SHOയുടെ മുറിയിൽ വെച്ച് യുവതി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യുവതിയെ നീ എന്ന് അഭിസംബോധന ചെയ്യുന്ന ശ്രീജിത്ത് കൊടേരി ഇവരെ മുറിയിൽ നിന്ന് ഇറക്കിവിടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഭരണഘടനയെക്കുറിച്ച് തന്നോട് പറയേണ്ടെന്നും അത് വീട്ടിൽ പോയി ഭർത്താവിനോട് പറഞ്ഞാൽ മതിയെന്നും ഇവരോട് ശ്രീജിത്ത് കൊടേരി ആക്രോശിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത്രയേറെ ബഹളം നടക്കുമ്പോഴും അവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ സാന്നിധ്യം ഇല്ല എന്നതും ദൃശ്യങ്ങളിൽ കാണാം. പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ് SHO. പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. സാർ ഇൻസൾട്ട് ചെയ്യാ. കാര്യം പറയാൻ വരുമ്പോ സാർ ഇൻസൾട്ട് ചെയ്യാ. സാറിപ്പം അധികം ഡയലോഗ് വേണ്ട. ഡയലോഗ് എന്നൊരു വാചകം പറയില്ലേ സാർ? അങ്ങനെ പറയാൻ പാടില്ല. ഒരു സ്ത്രീയോടൊന്നല്ല. എനിക്ക് സംസാരിക്കാൻ ഞാൻ എനിക്ക് സംസാരിച്ചേ പറ്റൂ. എനിക്ക് സാറിനോട് സംസാരിക്കാൻ അതെങ്ങനെയാ സാർ? എനിക്ക് കാര്യം പറയാനുണ്ട്. കാര്യം പറയുമ്പോ സാറെന്താണ് ഡയലോഗ് പറയണ്ടെന്ന് പറയാൻ കാരണം? ഭരണഘടന ഞങ്ങൾക്ക് പഠിപ്പിക്കണ്ട കേട്ടാ. എനിക്കറിയാം എന്താണെന്ന്. നിന്നാണ് കൂടുതൽ പഠിപ്പിച്ചാടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? വെറുതെ വീട്ടിൽ പോയി അവനോട് ഭർത്താവിനുണ്ടെങ്കിൽ അവരോട് പറയാം, മക്കളോട് പറയാം. ഇവിടെ വന്ന് എന്നോട് മുന്നിൽ വലിയ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? നീ വലിയ കുഴപ്പമില്ല. നിന്നാണ് വലിയ ആൾക്കാരെ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് ഡിപ്പാർട്ട്മെന്റ് വരുന്നതാണ് കേട്ടാ. മനസ്സിലായില്ലേ? നീ തൽക്കാലം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയും ചൊവ്വ സ്വദേശിനിയുമായ ഒരു യുവതിയെ ശ്രീജിത്ത് കൊടേരി ടൗൺ SHO ആയിരിക്കെ അന്യായമായി കേസെടുക്കുകയും സ്റ്റേഷനിൽ വെച്ച് മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിന് ജാമ്യം ലഭിക്കുന്ന രീതിയിൽ ഇടപെട്ട ക്രൈംബ്രാഞ്ച് സംഘത്തിലെ പ്രധാനിയാണ് ശ്രീജിത്ത് കൊടേരി. ഡോക്ടർ റാമിന്റെ അഭിഭാഷകനുമായി ശ്രീജിത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ഇതിനു പിന്നാലെ പുറത്തു വന്നിരുന്നു. നേരത്തെ കണ്ണൂർ ടൗൺ SHO ആയിരിക്കെ നഗരത്തിലെ വ്യാപാരിയിൽ നിന്നും പിറന്നാൾ സമ്മാനമായി മുത്തപ്പൻ വിളക്ക് കൈപ്പറ്റിയതും വിവാദമായിരുന്നു. ഏറെ കോളിളക്കമുണ്ടാക്കിയ കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസ് അന്വേഷിച്ചത് ശ്രീജിത്ത് കൊടേരിയാണ്.